1944 NV അബ്ദുസ്സലാം മൗലവിയുടെ നേതൃത്വത്തിൽ 12 ചെറുപ്പക്കാർ അരീക്കോട്ടെ ഒരു വീട്ടിൽ സമ്മേളിക്കുകയും അരീക്കോടിന്റെ അന്നത്തെ സാംസ്കാരിക അവസ്ഥകളെപ്പറ്റിയും ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിൽ ഖുർആൻ പഠനം ആരംഭിക്കണം എന്ന് തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ വരും തലമുറയെ ഉദ്ദേശിച്ചുകൊണ്ട് മദ്രസ സ്ഥാപിക്കാനും തീരുമാനമായി. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ജമിയത്തുൽ മുജാഹിദീൻ രൂപീകൃതമാകുന്നത്. ജമിയത്തുൽ മുജാഹിദീൻ ഒരു മെമ്പറായി വരുന്ന ഒരാള് അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്യണം. അദ്ദേഹം സ്വയം നന്നായതിനു ശേഷമാണ് ഈ സേവനത്തിന് ഇറങ്ങേണ്ടത് എന്ന മൗലവിയുടെ അബ്ദുസ്സലാം മൗലവിയുടെ ആ ഉൾക്കാഴ്ചയുടെ പ്രതീകമായിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് അത്. ആ പ്രതിജ്ഞ ചെയ്യുന്ന ആൾ മാത്രമാണ് ജമിയത്തുൽ മുജാഹിദീൻ മെമ്പറാകുന്നത്. അന്നത്തെ ആ പ്രതിജ്ഞയിൽ പറയുന്നത് സ്വന്തം എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അല്ലെങ്കിൽ സ്വന്തക്കാർക്കായ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇസ്ലാമിനും അതേപോലെ സമൂഹത്തിനും ആവശ്യമായ രംഗങ്ങളിൽ ഞാൻ പ്രവർത്തിക്കും എന്നാണ് പ്രതിജ്ഞന്റെ ഉൾക്കാമ്പ്. അതനുസരിച്ച് ഇന്നും ഈ ജമിയത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ദീർഘദൃഷ്ടി ഇന്ന് കുറെ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ട് പോലും ആ രംഗത്ത് നിന്ന് അന്നത്തെ മൗലവിയുടെ ആ ഉൾക്കാഴ്ചയിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്താതെ തന്നെ ജമിയത്തുൽ മുജാഹിദീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഏകദേശം 5000-ലധികം കുട്ടികൾ പഠിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ ഇതിലുണ്ട്. ഈ സ്ഥാപനങ്ങളെല്ലാം ഈ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യം അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും ഈ സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.